പ്ലസ് ടു മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് 1 2 3 ഗിവൺ ബൈ ആർ ഈക്വൽ സെറ്റ് ഓർഡേർഡ് ബൈ 1 2 2 1 ഈസ് സിമെട്രിക് ബട്ട് നെയ്തർ റിഫ്ലെക്സീവ് നോർ ട്രാൻസിറ്റീവ്. ഒരു സെറ്റ് തന്നിട്ടുണ്ട് 1 2 3. ആ സെറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓർഡേർഡ് പെയർ 1 2 2 1 എന്നാണ് പറഞ്ഞാണ്. അപ്പോൾ അത് സിമെട്രിക് ആണോ? അത് സിമെട്രിക് ആണെന്ന് തെളിയിക്കണം. പക്ഷേ അത് റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ലെന്ന് തെളിയിക്കണം. സിമെട്രിക് ആവുന്നതിന് റിഫ്ലെക്സീവും സിമെട്രിയും ട്രാൻസിഷനും എന്താണെന്നുള്ളത്, ട്രാൻസിറ്റീവ് എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മതി. റിഫ്ലെക്സീവ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ 3 നമ്പർ ഉണ്ടല്ലോ 1 1 2 3, ഇത് റിപ്പീറ്റ് ചെയ്ത് വരണം. 1 1 2 2 3 3 എന്ന് പറഞ്ഞ് തന്നെ വരണം. അല്ലാതെ 1 1 2 2 ഉണ്ട്, 3 3 ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം മിസ്സിങ് ആയ റിഫ്ലെക്സീവ് അല്ല. അപ്പോൾ ഇവിടെ നോക്ക് 1 1 എന്ന് പറയുന്നത് ഇല്ല, അത് നമ്മൾ എഴുതണം. അതുകൊണ്ട് എന്തല്ല, റിഫ്ലെക്സീവ് അല്ല. കണ്ടോ, 1 1 എന്ന് പറയുന്നത് ഇതിനകത്ത് വന്നിട്ടില്ല, അതുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല. ഇനി അടുത്ത സിമെട്രി. സിമെട്രി എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അത് തിരിച്ചിടണം. ഒരു ഓർഡേർഡ് പെയർ ഉണ്ടെങ്കിൽ അത് തിരിച്ചിട്ടാൽ എന്തുണ്ടാവും, നമുക്ക് ആ ഓർഡേർഡ് പെയർ തിരിച്ച് ഇട്ടാൽ അത് ആ ഒരു ഓർഡേർഡ് പെയർ ഉണ്ടെങ്കിൽ അത് തിരിച്ചിടണം. തിരിച്ചിടുന്ന ഓർഡേർഡ് പെയർ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അത് സിമെട്രിക്കാണ്. നോക്ക്, അപ്പോൾ 1 2 ഉണ്ട്, ആ 1 2 തിരിച്ചിട്ട 2 1 ഉണ്ട്. അതുപോലെ 2 1 എന്ന് പറയുന്ന ഇതുണ്ട്, അത് തിരിച്ചിട്ട 1 2 ഉണ്ട്. അതുകൊണ്ട് ഇതെന്താണ്, സിമെട്രിക്കാണ്. മൂന്നാമത്തെ എന്തോ ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കണം, 1 2 ഉണ്ട്, പിന്നെ എന്തുവാ 2 1 ഉണ്ട്. ആ എൻഡ് ചെയ്യുന്നതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. 2 1 ഉണ്ട്. അപ്പോൾ ഈ എൻഡ് ചെയ്യുന്നതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഡേർഡ് പെയർ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യത്തേത് അവസാനത്തായിട്ടുള്ള ഒരു ഓർഡേർഡ് പെയർ ഉണ്ടോ എന്ന് നോക്കണം. 1 1 അത് ഇതിനകത്തില്ല. അതുകൊണ്ട് എന്തല്ല, ഇത് ട്രാൻസിറ്റീവ് അല്ല. ആ ട്രാൻസിറ്റീവിൻ്റെയും റിഫ്ലെക്സീവിൻ്റെയും സിമെട്രിക്കിൻ്റെയും തിയറി പാർട്ടാണ് ഈ എ അത് തന്നെ AB BA എന്നൊക്കെ പറഞ്ഞു തന്നിട്ട്. എ എന്ന് പറഞ്ഞാൽ ആ നമ്പർ അതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. കണ്ടോ, അതില്ല. അതുപോലെ AB ഉണ്ടെങ്കിൽ BA ഉണ്ടായിരിക്കണം, ആ പറയുന്നതാണ് ഈ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ AB ഉണ്ടെങ്കിൽ BC ഉണ്ടാവണം, BC ഉണ്ടെങ്കിൽ AC ഉണ്ടാവണം. AB BC പിന്നെ AC ആദ്യത്തെ അവസാനത്തെയും, അത് ഇതിനകത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം പ്രോബ്ലംസൊക്കെ കുറച്ചുകൂടെയൊക്കെ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് എന്തല്ല, ഒരു ഇക്വലൻസ് റിലേഷൻ അല്ല എന്നുകൂടി എഴുതുക.